ഒറ്റ യൂസിൽ സ്കിന്ന് വെളുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവട്ടെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ളൂ, വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ മാത്രമേ ഉപയോഗിച്ച് ചെയ്യാവുന്ന കേട്ടോ. എനിക്കിത് ചെയ്തപ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. എനിക്കിത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടി. അപ്പം നമുക്ക് ഇപ്പം പെട്ടെന്ന് ഒരു കല്യാണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാൻ പൈസ മുടക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇത് അടിപൊളി സംഭവം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയാട്ടോ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ചില പ്രൊഡക്ട്സ് ഒക്കെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നല്ലൊരു സ്കിൻ കെയർ റുട്ടീനായിട്ട് സ്കിൻ ഗ്രാജുവലി നല്ല രീതിയിൽ ഫൈനൽ റിസൾട്ട് നല്ല രീതിയിൽ, ഇത് നമ്മൾക്ക് ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഒരു ദിവസം നല്ല രീതിയിൽ കളർ വെക്കണം, ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ ഒരു പാക്കാട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളാണ്. വേറെ എന്താ പറയുക, പുതിയ സംഭവമോ അല്ലെങ്കിൽ നമ്മൾക്ക് തേനോ അതുപോലത്തെ സംഭവങ്ങളോ ഒന്നുമല്ല, നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സംഭവമാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ചോറുണ്ടല്ലോ. അപ്പം ചോറും പിന്നെ വേറൊരു സംഭവം വേണ്ടത് പാലും കേട്ടോ. വേണ്ട വേറെ ഒരു ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് സ്കിന്നിൽ നല്ല രീതിയിൽ എന്താ പറയുക, ഇങ്ങനെ ഒരു ക്രീം തേച്ച പോലെ ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാന്ന്. അപ്പോൾ നമുക്ക് ഇത് റിസൾട്ടും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എങ്ങനെയാന്ന് ഇത് മുഖത്ത് ഇതായി കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. നമുക്കറിയാം ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ റൈസിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. റൈസ് ഇപ്പോൾ ആണെങ്കിൽ മെയിനായിട്ടുള്ള മിക്ക സ്കിൻ കെയറും സംഭവങ്ങളൊക്കെ നമ്മളുടെ റൈസ് വാട്ടറും അതുപോലത്തെ തന്നെ സംഭവങ്ങളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചോറും പാലും വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ബൈ. അപ്പം നമ്മൾ ചോറെടുത്തിട്ടുണ്ട്, നമ്മൾ വീട്ടിലുള്ള ചോറും അതുപോലെ തന്നെ പാലും കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഹോൾ ബോഡിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഹോൾ ബോഡി നിങ്ങൾക്ക് വൈറ്റനിങ് കാണുന്നുണ്ടെങ്കിൽ ഇത് ഹോൾ ബോഡിയിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് നമ്മൾ ചോറും അതുപോലെ തന്നെ പാലും മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കുക. നല്ല രീതിയിൽ ഫൈനായിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം ഇതെങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മേത്ത് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരു 10 to 20 minutes വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിത് ചെയ്തപ്പോഴാണ് നല്ല റിസൾട്ട് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്കിത് കിട്ടുക. അപ്പോൾ എനിക്കിത് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങൾക്കും പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാട്ടിത്തരാം. ഇപ്പോൾ ഒരു എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ചോറും പാലും മാത്രമാണ് യൂസ് ചെയ്തേക്കണേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ്, ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാണ്. അപ്പം നിങ്ങൾക്ക് ഇത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത്തിരി കൂടി പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്താൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായി. അപ്പം നിങ്ങൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് കണ്ട് നോക്കൂ കേട്ടോ, എങ്ങനെയുണ്ട്, എനിക്ക് മാറ്റം വന്നോ ഇല്ലയെന്ന്. എനിക്ക് വന്നപ്പോൾ നല്ല മാറ്റം തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടി തരുന്നത്. അപ്പോൾ ഫേസ് ഇതിപ്പോൾ സമയമുള്ളവരാണെങ്കിൽ ഫേസ് മൊത്തമല്ല, ശരീരത്തിലും ഫുള്ള് നമുക്ക് ഹോൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഫേസിലും കഴുത്തിലാണ് അപ്ലൈ ചെയ്യണേ. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കൊന്ന് വലിഞ്ഞു മുറുങ്ങണ പോലെ തോന്നും, പിന്നെ ഡ്രൈ ആവും. അപ്പം നമ്മളിത് കഴുകിക്കളയാം. അപ്പം നമ്മൾ കഴുത്തിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഇത് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മസാജ് ചെയ്യണ സമയത്ത് നമ്മൾ മേലോട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഫേസ് സാഗ് ചെയ്യാണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എല്ലായിടത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന്
മേലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതാണെങ്കിൽ വീട്ടിലെപ്പോഴും ഉള്ളതാണ്. നമ്മൾ തേനും സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതാണെങ്കിൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. പാലും ഉണ്ടാവും, അതുപോലെ തന്നെ ചോറും ഉണ്ടാവും. വേറെ പണിയോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇങ്ങനെ തേക്കുക. അപ്പം ഇനി കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇനി വിഷമവും കാര്യങ്ങളൊന്നും വേണ്ട. അയ്യോ ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയില്ല പറഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടും. ഞാനും അമ്മയും കൂടിയിട്ടാട്ടോ ചെയ്ത്. അമ്മയ്ക്കും നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ തേച്ചു കിട്ടോ. ഇനി അത് ഒരു വലിയണ വരെ അത് ഫേസിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിക്കളയാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോട്ടോ. നമുക്കിപ്പോൾ റൈസിനെ കുറിച്ചിട്ട് ഇപ്പോൾ അറിയാം. നല്ല എന്താ പറയുക, മിക്ക ക്രീമുകളിലും ഫേസ് വാഷിലും കാര്യങ്ങളും സിറത്തിനൊക്കെ ഇപ്പോൾ നമ്മുടെ റൈസ് വാട്ടറും റൈസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. കാരണം അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ കൊറിയൻ ബ്രാൻഡ്സ് ആയാലും അവരാണെങ്കിലും കൂടുതലും ഈ റൈസ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് വെക്കണം. അപ്പോൾ ആണെങ്കിൽ എന്താ പറയുക, നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ മേലോട്ട് ഇതാക്കാട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സാഗിയും. അപ്പോൾ ഇത് ഞാനൊരു മുഖം വലിയണ വരെയാണ് വെച്ചിട്ടുള്ളത്, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചപ്പോഴേക്കും എൻ്റെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടോ. ഇനി നമ്മൾ ഫേസ് നല്ല രീതിയിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ തന്നെ നോക്കി നോക്ക്, ഫേസിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാം. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫക്റ്റീവ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് കഴുകി വന്ന് എൻ്റെ അമ്മ അടിപൊളി റിസൾട്ടാട്ടോ. എനിക്ക് നല്ല മാറ്റം തോന്നി. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. മറക്കാണ്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.